സ്പോർട്സ് ലേഖകൻ രാജേഷ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ രാജേഷ്, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, മെസ്സി ആരാധകരെ സംബന്ധിച്ച്, അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും വേദനയുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന, നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തില്ല. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം? തീർച്ചയായിട്ടും നമുക്കിത് ആദ്യം മുതലേ ആശങ്ക ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അല്ലെങ്കിൽ മീഡിയ ഇതിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഇതിന്റെ സ്പോൺസറും അല്ലെങ്കിൽ കായിക മന്ത്രി അടക്കമുള്ളവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന ലോജിക്കലായ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വേൾഡ് കപ്പ് പോലുള്ള ഇവന്റുകളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഇത്ര വലിയ സ്റ്റേഡിയങ്ങളിൽ ഫിഫ അനുമതിയുള്ള സ്റ്റേഡിയങ്ങളിൽ പോകുന്ന അല്ലെങ്കിൽ ടീമിന്റെ ഒരു ഫിഫയുടെ ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിൽ അറിയാവുന്ന ആൾക്കാർക്ക് ഇതേ സംബന്ധിച്ച് ഒരു അടിസ്ഥാന ധാരണയുണ്ട്. അപ്പൊ ആ ധാരണ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇവരോട് സംസാരിച്ചതും ചോദ്യങ്ങൾ ഉന്നയിച്ചും. അപ്പോഴൊക്കെ ശരിക്കും നമ്മളെയാണ് ബ്ലെയിം ചെയ്തുകൊണ്ടുള്ളൊരു പെരുമാറ്റമായിരുന്നു പ്രത്യേകിച്ച് സ്പോൺസറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മിനിമം ടൈമിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും എന്നൊരു അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. പിന്നെ ഇവരുമായിട്ടുള്ള കരാർ എന്താണ്? ഇപ്പം ഇങ്ങനൊരു കരാർ ഉണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇപ്പം അവർ 2 പ്രാവശ്യം 2 മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിന്റെ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തേക്കുന്നത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇതിന്റെ സ്പോൺസേഴ്സും കേരള സർക്കാരുമാണ് എന്നുള്ള രീതിയിൽ അവർ പറയുകയുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്താണ്, എന്ത് കരാറാണ് ബ്രീച്ച് ചെയ്തത്, അത് എന്താണെന്ന് ഇവരുന്ന് വ്യക്തമാക്കാൻ തയ്യാറ്. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ മെസ്സി ഇദ്ദേഹം പറഞ്ഞത് കരാർ ബ്രീച്ച് ചെയ്തേക്കുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണെന്ന് നേരത്തെ ആ രീതിയിലുള്ള സംസാരമൊക്കെ വന്നിരുന്നു. അങ്ങനെ കരാർ ബ്രീച്ച് ചെയ്യാൻ പാടില്ല, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് നീങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ആദ്യ ഘട്ടങ്ങളിൽ ചർച്ചയൊക്കെ വന്നു. ആ ചർച്ചയൊക്കെ ന്യൂസ് എയ്റ്റീനിൽ നമ്മൾ അതാണ് ശ്രീ സി കെ രാജേഷ്, ഇതുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച മുൻപ് തന്നെ ന്യൂസ് എയ്റ്റീൻ വളരെ വ്യക്തമായി ഇക്കാര്യം ആധികാരികമായി തന്നെ പറഞ്ഞതാണ്, മെസ്സി കേരളത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന്. പക്ഷെ അപ്പോഴും നവംബറിൽ തന്നെ മെസ്സി കേരളത്തിലേക്ക് എത്തും എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത് സ്പോൺസറാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു, അപ്പോഴും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ ഇത് ആരാധകരെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? നമുക്ക് അത്തരത്തിലുള്ള കടന്ന പ്രയോഗത്തിലേക്ക് ഒന്നും പോകണം. നമുക്ക് മെസ്സി ഇപ്പോഴും വരുന്നതും കേരളത്തിൽ കളിക്കുന്നതും ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. അതിനുള്ള ശ്രമത്തിനെ നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമം സ്പോൺസറോ അല്ലെങ്കിൽ സർക്കാർ വേണ്ട രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷെ അപ്പോഴും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. ഇത്ര സമയത്തിനുള്ളിൽ ഇത് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും അത് തീർച്ചയായിട്ടും ആരാധകരെ പറ്റിക്കുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് ഈ സ്പോർട്സ് ഫ്രട്ടേണിറ്റിയെ തന്നെ പറ്റിക്കുന്നതിന് തുല്യം. അതുമല്ല, ന്യൂസ് എയ്റ്റീനിലെ ചർച്ചയിൽ തന്നെ ഞാനും കൂടെ ഉണ്ടായിരുന്ന ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണ്, മാർച്ചിലെ വിൻഡോ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, നവംബറിലെ വിൻഡോ മാത്രമേ നമ്മൾ നോക്കുന്നു, മാർച്ചിലെ വിൻഡോയെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല, നവംബറിൽ വരുവാണെങ്കിൽ മാത്രം മതി എന്നുള്ള രീതിയിലായിരുന്നു സ്പോൺസർ സംസാരിച്ചത്. നിങ്ങളുടെ ആർക്കൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയും കൂടി സ്പോൺസർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് നടക്കില്ല എന്നും പറയുന്നു. അപ്പൊ ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പൊ ഇനിയും നമ്മളിപ്പം അടുത്ത വിൻഡോയിൽ വരുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നമുക്കാകുമോ? ഇന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ച പല കാര്യം. ഇപ്പൊ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധി ഇവിടെ വന്ന് സ്റ്റേഡിയം പരിശോധിച്ചു, ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി തിരിച്ചുപോയി, ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോളാനായിട്ട് പറഞ്ഞു എന്ന് സ്പോൺസർ നമ്മളോട് പറയുന്നു. ഇതുപോലെ തന്നെയാണ് ഇതിനെതിരാളിയായിട്ട് അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് എതിരെ കളിക്കുന്ന ഫിഫ റാങ്കിങ്ങിൽ 50ക്ക് താഴെയുള്ള ഒരു ടീം ഓസ്ട്രേലിയ ആണെന്ന് ഇവർ പറയുന്നു. ഈ ഓസ്ട്രേലിയൻ ടീം വന്നും അവർക്കും ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ പ്ലേയേഴ്സിന്റെ സെക്യൂരിറ്റി നോക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊന്നും കേവലം 19 ദിവസം ഉള്ള സമയത്താണ് അതുപോലും നോക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പൊ അത്തരത്തിൽ എല്ലാ പുകമറകളും സൃഷ്ടിച്ചുകൊണ്ടാണ് ശരിക്കും ഇതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളും ഒക്കെ വന്നു. അവസാനം നവംബർ വിൻഡോയിൽ കേരളമില്ല അല്ലേ? നവംബർ വിൻഡോ ഇപ്പം അദ്ദേഹത്തിന്റെ നമുക്കിപ്പം നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചില്ല. നവംബർ അവരുടെ ഒന്നും ഒരു ഷെഡ്യൂളിങ്ങിലും ഫിഫയുടെ ഷെഡ്യൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ അർജന്റീന പറയുന്ന ആയിക്കോട്ടെ ഓസ്ട്രേലിയ പറയുന്നത് ഇവരുടെ ഒന്നും ഷെഡ്യൂൾ നവംബറിൽ ഇങ്ങനെ ഇന്ത്യയിൽ ഒരു മത്സരം ഉള്ളതായിട്ടേ പറയുന്നില്ല, ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് പറഞ്ഞു വന്നെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും നവംബറിൽ കളിക്കുകയാണെന്ന് ഇപ്പൊ ആൻഡോ പറയുന്നത് വിശ്വസിക്കുക മാത്രമേ നമുക്ക് തരവുള്ളൂ. ഈ സ്റ്റേഡിയം സജ്ജമാകാത്തത് ആയിരിക്കുമോ പ്രതിസന്ധി? അല്ല, എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്? ഇപ്പം 70 കോടി മുടക്കി സ്റ്റേഡിയം നവീകരിക്കുകയാണ് എന്നുള്ളതാണ് സ്പോൺസർ നമ്മളോട് പറഞ്ഞിരുന്നത്. ഈ 70 കോടി കൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയധികം കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാൻ പറ്റുന്നത് തികച്ചും അപ്രാപ്യമാണെന്ന് അതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ പറയും. ഇത്രയധികം സീറ്റുകൾ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത്ര സീറ്റുകൾ ഈ ചെറിയ സമയത്തൊന്നും ചെയ്യാൻ പറ്റുമോ?
അല്ലെങ്കിൽ അത് ടർഫിന്റെ മെയിൻ്റെനൻസ് ചെറിയ സമയത്തുള്ളിൽ നടത്താൻ പറ്റുമോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി ആണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേഡിയത്തിന്റെ സെക്യൂരിറ്റി ഈ ആൾക്കാരെ മുഴുവൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിലെ ആൾക്കാരെ അല്ലെങ്കിൽ ഗാലറിയിലെ ആൾക്കാരെ ടർഫിലേക്കാണ്, സ്റ്റേഡിയത്തിനകത്തേക്കാണ് ഇറക്കേണ്ടത്. ഈ പർട്ടിക്കുലർ മൊമെന്റിൽ പ്ലെയേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരികയും കൂടെ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ? ഇതൊന്നും നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും മെസ്സി വരാത്തതിൽ നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സ് ഫ്രട്ടേണിറ്റിയുടെ ഭാഗം എന്ന രീതിയിൽ നമുക്ക് അതിയായ വിഷമമുണ്ട്. അത് ഇങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെ ആകാൻ പാടില്ലായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളം പോലൊരു സ്റ്റേറ്റിൽ ഇത്തരത്തിലുള്ളൊരു ഇത് നടന്നൊരിക്കലും ആശാസ്യമല്ല. പ്രതീക്ഷിക്കാം. പിന്നെ മാർച്ചിലെ ഒരു വരവ് മെസ്സി വരട്ടെ, വരുന്നത് കാണാൻ നമുക്ക് ഇപ്പൊ എനിക്കറിയത്തില്ല. വേൾഡ് കപ്പിനോട് തൊട്ടടുത്തിരിക്കുന്ന ഒരു സമയമാണ് മാർച്ച് എന്ന് പറയുന്നത്. അടുത്ത മാർച്ചിൽ വന്ന് ഇവിടെ മെസ്സി കളിക്കുകയും, അതായത് ഒരു ഫിഫയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചും അവർ കണക്കാക്കുന്നത് മെസ്സി അടുത്ത വേൾഡ് കപ്പിൽ കളിക്കണം. സ്പോൺസേഴ്സിന്റെ ആവശ്യം ഉണ്ടാകാം, അവരുടെ അസോസിയേഷന്റെ ആവശ്യം, ഫിഫയുടെ തന്നെ ആവശ്യമുണ്ട്. അതുപോലെ അത്തരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് ആ വിൻഡോയിലെ മത്സരത്തിനായിട്ട് കേരളത്തിൽ മെസ്സി അടക്കമുള്ള ടീം വരും എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ CK രാജേഷ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഞാൻ